നമസ്കാരം. കോസ്മിക് ഡെവലപ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട് എന്ന സ്ഥലത്ത് 1647 സ്ക്വയർ ഫീറ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തികച്ചും കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഭാഗമായിട്ട് നമ്മൾ വളരെ ന്യൂട്രലായിട്ടുള്ള കളറുകളും നാച്ചുറൽ ക്ലാഡിങ്ങും ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു വശത്തായിട്ട് ഒരു നാച്ചുറൽ പോണ്ട്, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന പാറ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളൊരു നാച്ചുറൽ പോണ്ട്, ഒരു വാട്ടർ ബോഡി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഫൗണ്ടനായിട്ടാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ പോണ്ടിന് കൊടുത്തിരിക്കുന്ന ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾസൈഡെല്ലാം കറുത്ത കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പുറത്ത് ഒരു സൈഡിൽ ഒരു എലിവേഷൻ്റെ ഭാഗമായിട്ട് ഒരു ക്ലാഡിങ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കാരണം നമുക്കിത് കാണുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ബാമ്പുവും അപ്പുറത്തെ സൈഡിൽ മറ്റൊരു പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് പെബിൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അതിനെ ഒന്ന് അലങ്കരിച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടാണ്ട് രണ്ട് സൈഡിലും അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സും മുകളിലൊരു പ്രൊഫൈലിൻ്റെ സ്ക്വയർ പോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ഈ വെള്ളത്തിൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ കാര്യങ്ങളെല്ലാം കിട്ടും. ഇപ്പോഴും നമുക്ക് അതിൻ്റെ ചെറിയൊരു റിഫ്ലക്ഷൻ ഇതിനകത്ത് കാണാം. കൂടാണ്ട് ഈ ഒരു സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളത്തുള്ളികൾ വീണ് അത് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിയായ ഒരു എലിമെൻ്റാണ് ഈ വീടിന് നൽകുന്നത്. പിന്നെ ആ വോളിൽ ഒരു ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വീടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ബോണസായി കാറ്റഗറിയിൽ വരുന്ന മരം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നൈറ്റ് സമയത്ത് ഇത് കാണാൻ നല്ല ഭംഗി കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ ഈ സൈഡിലൊരു ടെറാക്കോട്ടയുടെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ടെറാക്കോട്ട ജാളിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലൊരു പെബിൾസും ഒരു പ്ലാന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുകയാണ്. സ്പോട്ട് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മണ്ടയ്ക്കൊരു വിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വീടിൻ്റെ റൈറ്റ് സൈഡിൽ കോർണർ ആയിട്ടാണ് നമ്മളിവിടുത്തെ കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. ഇത് സ്ക്വയർ ട്യൂബ് സ്ട്രക്ചറിൽ PVC TKT പാനൽ സീലിംഗ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്കാണ് മതിലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ കുറേ പ്ലാന്റ്സ് കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. മതിലിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ പെബിൾസ് കൊടുത്ത് അതിനെ ഒന്ന് ഭംഗി കൂട്ടിയിട്ടുണ്ട്. കൂടാണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ ഇതുപോലെ പില്ലേഴ്സിലെല്ലാം ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു എലിവേഷൻ ഭംഗിയാവുന്നതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ സ്ക്വയർ ട്യൂബ് സ്ട്രക്ചറിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ലേ ചെയ്തിരിക്കുന്നത് 2x2 സൈസിലുള്ള താണ്ടൂർ സ്റ്റോണാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഇട ഫില്ല് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റ്സ് ഒരു കുറച്ച് നാളിനുള്ളിൽ വളർന്ന് ഈ ഒരു ഭാഗത്തൊരു ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ, അതായത് ആ ഒരു വിസിബിലിറ്റി മറയ്ക്കുന്ന രീതിയിലാകുന്ന പ്ലാന്റ്സാണ് നമ്മൾ ഈ ഇത്രയൊരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സിറ്റ് ഔട്ട് പോർഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രേയിൽ സ്റ്റെയിൻ ഫിനിഷ് വരുന്ന രീതിയിലുള്ള 4x2 ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വോളിൽ നമ്മളൊരു ടെക്സ്ചർ വർക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഒരു 2 മീറ്റർ ഹൈറ്റിലുള്ള വിൻഡോയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കാണാം. ഈ വീട്ടിൽ നമ്മൾ മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീൽ ഡോർസും സ്റ്റീൽ വിൻഡോസുമാണ്. ഇത് ടാറ്റയുടെ 16 ഗേജ് സ്റ്റീലിൽ ചെയ്തിരിക്കുന്ന ഡോറാണ്, മെയിൻ ഡോറാണ് ഈ വന്നിരിക്കുന്നത്. ഇത് പൗഡർ കോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റാണ്. ഈ ഒരു വോളിൽ നമ്മളൊരു സിമെൻറ്റ് ടെക്സ്ചർ ഫോമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രെയിൻസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഫോമൽ ലിവിങ് സ്പേസ് ആണ്. ഈ ഫോമൽ ലിവിങ് സ്പേസിൻ്റെ ഈ റൈറ്റ് സൈഡിൽ നമ്മളൊരു പ്ലാന്റ് ബെഡ്, പ്ലാന്റ് ബോക്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ ഒരു കലാത്തിയ പ്ലാന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോൾ, എൻ്റെ ബാക്കിലുള്ള ഈ ഒരു വോൾ കൊടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രേ ടോണിലാണ്. അതിനോട് മാച്ച് ചെയ്യുന്ന ഫർണിച്ചേഴ്സും കാര്യങ്ങളും, ഈ ഫർണിച്ചേഴ്സിന് യൂസ് ചെയ്തിരിക്കുന്നത് കളർ തീമും ഈ വോളിന് കൊടുത്തിരിക്കുന്ന പെയിൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഫർണിച്ചേഴ്സാണ്. ഇതെല്ലാം ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഷോ പീസ് പോലെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോ പീസ് പോലെ ഈ ഒരു സ്പേസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ചെയ്തിരിക്കുന്നത് ഇത് ഓപ്പണാണ്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഫ്രെയിം വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് പുറത്ത് മറ്റേ മോസ്കിറ്റോ നെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രാണികളും കാര്യങ്ങളും കയറാതിരിക്കാനായിട്ട്. ഇത് ഫുൾ ടൈം എയർ സർക്കുലേറ്റ് ചെയ്യുന്നൊരു സ്പേസാണ് ഇവിടെ. ഇതിൻ്റെ മുകളിൽ ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് എപ്പോഴും നാച്ചുറൽ ലൈറ്റ് ഇതിനുള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ സ്പേസിന് സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്
നമ്മൾ സ്പോട്ട് ലൈറ്റും പിന്നെ സ്ട്രിപ്പ് ലൈറ്റും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിന് ഒരു വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് സീലിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നമ്മൾ കോമൺ ഏരിയയിലെല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു 4x2 ടൈൽസാണ്. അത് ഒരു ഡാർക്ക് ഗ്രേ ഒരു ലൈറ്റ് ഗ്രേ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ എപ്പോക്സി കൊടുത്താണ് ഈ ടൈൽ ലേ ചെയ്തിരിക്കുന്നത്. ഇത് ടോട്ടലി ഒരു മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തത്തിൽ. നമ്മൾ ഫോമൽ ലിവിങ് സ്പേസ് കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസുമാണ്. ഇവിടെ ബാക്കിയുള്ള ഫ്ലോർ ഹൈറ്റിനെക്കാട്ടിലും ഒരു 2 ഇഞ്ച് പൊക്കിയിട്ടാണ് ഇവിടുത്തെ ഫാമിലി ലിവിങ്ങിൻ്റെ സ്പേസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ബാക്കിയുള്ള ഫ്ലോർ ലെവലിനെക്കാട്ടിലും 2 ഇഞ്ച് പൊങ്ങിയാണ് നിൽക്കുന്നത്. അവിടെ നമ്മളൊരു ബ്ലാക്ക് ബോർഡറും അകത്തൊരു വുഡൻ കോമ്പിനേഷൻ ടൈലാണ് ഈ ഒരു ഏരിയയ്ക്ക് ഫാമിലി ലിവിങ് സ്പേസിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ആട്ടുകട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ അപ്പുറത്ത് കണ്ട അതേ ഡിസൈനിലുള്ള ഫർണിച്ചർ സോഫ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഫാമിലി ലിവിങ് സെൻട്രിക്കായിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ TV യൂണിറ്റിലും ഫുൾ സൗണ്ട് സിസ്റ്റം വീട്ടിൽ മൊത്തത്തിൽ സൗണ്ട് സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളെല്ലാമാണ് ഈ വരുന്നത്. ഇത് ഈ വീടിൻ്റെ ഓണറും അദ്ദേഹത്തിൻ്റെ വൈഫും കിഡ്സുമാണ്. ഈ ഒരു പോർട്രേറ്റ് ഈ ഒരു സ്പേസിലാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് പോർഷനായിട്ട് വരുന്ന ഭാഗമാണ് ഇവിടുത്തെ ഡൈനിങ്. ഒരു മരത്തിന് ചുറ്റിയിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് തന്നെ ചെയ്തിട്ടുള്ള ഒരേ കളർ കോമ്പിനേഷനിലാണ് ഈ ഫർണിച്ചേഴ്സ് എല്ലാം പോയിരിക്കുന്നത്. കസ്റ്റമൈസ് തന്നെ ചെയ്ത് എടുത്തിട്ടുള്ള 6 സീറ്റർ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ. ഇവിടെ നമുക്ക് ശരിക്കും ഈ ഒരു ഭാഗത്ത് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കാണാം ഇവിടെ വെള്ളം വീഴുന്നത്. ഇങ്ങനെ മഴ സമയത്ത് ഇവിടെ വെള്ളം വീഴും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതിന് ആ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ്സ് വെർട്ടിക്കൽ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിന് ശേഷം നമ്മൾ നേരെ കാണുന്നത് ഇതിൻ്റെ വാഷ് ഏരിയയാണ്. ഹാൻഡ് വാഷ് യൂണിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷനിൽ നിന്നും നമ്മുടെ വീടിൻ്റെ ഹൈറ്റിൽ നിന്നും ഒരു 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ട് ഉള്ള സ്പേസ് ആണ് ഇവിടെ. ഇതിൻ്റെ അടിയിൽ നമ്മളിവിടെ ഒരു പ്ലാൻ ബെഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ള ലൈറ്റുകൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ ഇൻവേർട്ടർ കാര്യങ്ങൾ വെക്കാനുള്ള സ്റ്റോറേജ് ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. ഈ വാഷ് കൗണ്ടറിൽ ഇവിടെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിന് അതിൻ്റെ ടാപ്പ് കാര്യങ്ങൾ ഇവിടെ മറ്റേ ടവൽസ് കാര്യങ്ങൾ തൂക്കാനുള്ളൊരു ഹാൻഡ് റെയിൽ. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു LED മിററാണ്. ടച്ച് സെൻസറായിട്ടുള്ള ഒരു LED മിററാണ്. ഡ്യുവൽ ടോൺ ലൈറ്റാണ് വന്നിരിക്കുന്നത്. വീടിൻ്റെ ടോട്ടൽ സെൻട്രൽ ഭാഗത്താണ് ഇവിടെ നമ്മുടെ ഈ ഒരു വാഷ് ഏരിയ വന്നിരിക്കുന്നത്. ഈ വാഷ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 ബെഡ്റൂംസാണ്. നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലെ ബെഡ്റൂം കാണാം. ഈ ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റയുടെ 16 ഗേജ് ഷീറ്റിൽ ചെയ്തിരിക്കുന്ന സ്റ്റീൽ ഡോർ തന്നെയാണ്. ഇവിടുന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഫസ്റ്റ് ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഇതിൻ്റെ ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിലാണ് നമ്മൾ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഷവർ, ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടറിനുള്ള സ്പേസ്, ബാക്കി ഇവിടെ ടവൽ റോഡ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 1 പ്ലീസ് WC കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ, ഈ സൈഡിലൊരു മിറർ, അതിനോട് ചേർന്നിട്ട് ഒരു ലൈറ്റ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൈലിങ് ചെയ്തിരിക്കുന്നത് ഫുൾ ഹൈറ്റിലാണ്. ഫുൾ ഹൈറ്റ്, അതായത് നമ്മുടെ റൂഫ് വരെ ഇവിടെ ടൈല് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് എപ്പോക്സി ഉപയോഗിച്ചാണ് ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഈ ബാത്റൂംസിൻ്റെ ഡ്രെയിൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ വലിയ ജാളികളാണ്. ഇതുപോലെ വലിയ രീതിയിലുള്ള ഡ്രെയിൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന് ശേഷം കാണുന്നത് ബെഡ്റൂം സ്പേസ് ആണ്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു വോള്, അതായത് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിട്ടുള്ള വോള് നമ്മളൊരു ഒരു മീഡിയം ഗ്രേ ടോൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡിൽ നമ്മൾ മാക്സിമം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ്, ഈ ബെഡിൻ്റെ 2 സൈഡിലും സ്റ്റോറേജ് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ഈ റൂംസിൽ ഉപയോഗിച്ചിരിക്കുന്നത് 4x2 ഗ്ലോസി ടൈലുകളാണ്. അതും എപ്പോക്സി ഉപയോഗിച്ചാണ് ലേ ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ബേ വിൻഡോയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ബേ വിൻഡോയുടെ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സ്ലൈഡിങ് വിൻഡോയാണ്. അത് തുറന്നിട്ട് കഴിഞ്ഞാൽ മാക്സിമം എയർ അകത്തേക്ക് വരുന്ന രീതിയിലാണ് ഈ വിൻഡോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ബ്ലൈൻഡ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്കിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജറും യൂസ് ചെയ്യാം. അതിൻ്റെ പോയിൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കമ്പാർട്ട്മെൻറ്റൽ വാർഡ്രോബ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സോഫ്റ്റ് ക്ലോസേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ ഈ വീടിൻ്റെ
താഴത്തെ ഫ്ലോറിലെ അടുത്ത ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്റ്റീൽ ഡോർ തന്നെയാണ് ഈ ബെഡ്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അപ്പുറത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെയാണ് ഇതിൻ്റെ ബാത്റൂമിൻ്റെ എൻട്രൻസ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ബാത്റൂം അകത്തേക്ക് കയറാനുള്ള വാതിൽ കാണാം. ഇവിടെ വേറൊരു കളറാണ് ടൈൽസിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തൊരു വാം ടോണുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗ്രേ ടോണാണ്. അതൊരു സ്ക്രാച്ച് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്ത് കണ്ട രീതിയിലുള്ള ആക്സസറീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് അതേപോലെ തന്നെയുള്ള വലിയ ഡ്രെയിനേജാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂമിൽ നിന്നും വരുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് മറ്റേ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെയും പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 4x2 ഗ്ലോസി ടൈലുകളാണ്. ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ ഒരു 3 കമ്പാർട്ട്മെൻറ്റ് വാർഡ്രോബ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് അതേപോലെ തന്നെയുള്ള സ്റ്റോറേജ് സ്പേസോട് കൂടിയ ബെഡാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സെയിം ട്രീറ്റ്മെൻ്റ് ആണ് ഹെഡ് ബോർഡ് വരുന്ന ഭിത്തിക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ ടോണാണ് ഈ ഒരു വോളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ രണ്ട് സൈഡിലും 3 പാളിയുടെ വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷൻ്റെ ഭാഗമായിട്ട് ഇതിന് നമ്മൾ ബ്ലൈൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കിച്ചൺ വന്നിരിക്കുന്നത് ഈ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഇവിടുത്തെ കിച്ചൺ വന്നിരിക്കുന്നത്. ഈ കിച്ചൺ ഈ വീടിലെ മൊത്തത്തിൽ ഓപ്പൺ ആയിട്ട് എല്ലാ ഇടവും തമ്മിൽ കണക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ കിച്ചണും പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫാമിലി ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഇത് തമ്മിൽ യാതൊരു വേർതിരിവും നമ്മളിവിടെ കൊടുത്തിട്ടില്ല. കാരണം ഒരു കിച്ചണിൽ നിൽക്കുന്ന ആൾക്കും ഫാമിലി ലിവിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും തമ്മിൽ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈ ആണ്. ക്യാബിനറ്റ്സ് കൊടുത്തിരിക്കുന്നത് മുഴുവൻ മറൈൻ പ്ലൈയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വിൻഡോസ് ഒരു ലിഫ്റ്റ് ചെയ്ത് വെക്കത്തക്ക രീതിയിലുള്ള വിൻഡോസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനൊരു ലിഫ്റ്റ് ഹിഞ്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 24 ഇഞ്ചിൻ്റെ ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് ഹാൻഡ് മെയ്ഡ് സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിപർപ്പസ് ടാപ്പ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈല് 4x2 തന്നെ ഒരു കർവിങ് സീരീസിൽ വരുന്ന ടൈൽസാണ് നമ്മൾ കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. ഇതും എപ്പോക്സി ഇട്ട് തന്നെയാണ് ലേ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ കിച്ചൺ ഡൈനിങ് പാർട്ടീഷൻ വരുന്ന ഭാഗത്ത് ഒരു ആർക്ക് ഡ്രൈവ് വുഡൻ ഫിനിഷിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ഏരിയയാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിലാണ് സാധാരണ എല്ലായിടവും കണ്ടുവരുന്നത് കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് പ്ലേസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു വെറൈറ്റി ഒരു ചേഞ്ച് എന്ന രീതിയിൽ കിച്ചണിൽ നിന്നും മാറ്റി വർക്ക് ഏരിയയിലേക്കാണ് ഫ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ ആ ഒരു ഫ്രിഡ്ജിൻ്റേതായ തടസ്സമോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. ഇത് കൂടാതെ ഇവിടെ ചെറിയൊരു സിങ്ക് നമ്മൾ വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്മോക്ക്ലെസ് അടുപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയാണ്. ഈ ബാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത് സെയിം ടാറ്റയുടെ 16 ഗേജ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റീലാണ്, ഡോർസാണ്. അടുത്തതായിട്ട് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ചെയ്തിരിക്കുന്നത് വുഡ് സ്റ്റീൽ കോമ്പിനേഷനിലുള്ള ഒരു സ്റ്റെയർ കേസാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നാച്ചുറൽ വുഡാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ നാച്ചുറൽ വുഡിൻ്റെ മുകളിൽ പോളിഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഗ്ലേസിങ് കിട്ടുന്നത്. ഇത് സ്ക്വയർ ട്യൂബാണ് ഈ ചെയ്തിരിക്കുന്നത്. സോളിഡ് സ്ക്വയർ ട്യൂബാണ്. ഇതിന് താഴെ ഫ്രെയിം സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് 4x2 സ്ക്വയർ ട്യൂബിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മുകളിലേക്ക് കയറാം. നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ ഫസ്റ്റ് ലാൻഡിങ് സ്പേസിൽ ഇതേപോലെ നമ്മളൊരു ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ സ്ലൈഡിംഗ് ആണ് ഡോർ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സ്ലൈഡിംഗ് ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ അവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നേരെ മുകളിലേക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലാണ്, അതായത് നമ്മുടെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പാരലായിട്ടാണ് മുകളിലത്തെ ബെഡ്റൂം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഓപ്പൺ ടെറസ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ മുകളിലത്തെ ബെഡ്റൂം. ഇത് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം റെപ്ലിക്കയാണ്. അതിൻ്റെ ബാത്റൂമാണ് ഇവിടെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാര്യം ഇപ്പം നിലവിൽ ഇവിടെ ബെഡ് യൂസേജ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ നമ്മുടെ ബാൽക്കണി ഏരിയയിലേക്ക് വരുന്നത്. ഇവിടുന്ന് ഡോറ് തുറന്ന് വെളിയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത്. ഇവിടെ നമ്മൾ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ജാളി വർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു റെഡ് വൈൻ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ മുൻഭാഗം മുഴുവൻ കാണാം. ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യൂ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കിട്ടും.